മണികെട്ടമ്പലം എന്ന് വിശേഷണമുള്ള കാട്ടിൽമേക്കതിൽ എന്ന ക്ഷേത്രത്തെപ്പറ്റിയാണ് ഇന്നത്തെ ക്ഷേത്ര ഐതിഹ്യത്തിൽ പ്രതിപാദിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പന്മനയിൽ സ്ഥാപിതമായ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രം എന്നത്. മണികെട്ടമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ജില്ലാ ആസ്ഥാനത്തു നിന്നും 18 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ ആദ്യ പരാശക്തിയും മാതൃദൈവവുമായ ശ്രീ ഭദ്രകാളിയാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽമേക്കതിൽ അമ്മ. കായലിനും കടലിനും മധ്യേ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന് പിറകുവശം അറബിക്കടലും മുൻഭാഗം ടി.എസ്. കനാലും ചേർന്നതാണ്. ഇനി ചില ചരിത്ര വസ്തുതകളിലേക്ക് കടക്കാം. പ്രാചീനകാലത്ത് സമുദ്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള തുറമുഖ സ്ഥലങ്ങളിലായിരുന്നു വാണിജ്യം നടന്നിരുന്നത്. അന്ന് ജലഗതാഗതമായിരുന്നു പ്രധാനപ്പെട്ട സഞ്ചാരമാർഗം. ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്നത് തുറമുഖ പ്രദേശങ്ങളിലും ക്ഷേത്ര പരിസരത്തുമായിരുന്നു. കൊടുങ്ങല്ലൂർ, പുറക്കാട്, നീണ്ടകര, പൊന്മന, ചെറിയഴീക്കൽ, വർക്കല എന്നിവയെല്ലാം ഒരു കാലത്ത് തിരക്കുള്ള തുറമുഖങ്ങളായിരുന്നു. പ്രാചീനകാലത്ത് ഈ സ്ഥലങ്ങൾ മറ്റു പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ബന്മല എന്നാണ് പ്രാചീനകാലത്ത് പൊന്മനയെ അറിയപ്പെട്ടിരുന്നത്. ബുദ്ധമത പ്രചാരണത്തിനായി ബുദ്ധഭിക്ഷുക്കൾ പായ്ക്കപ്പലുകളിൽ ശ്രീലങ്കയിൽ നിന്നും പൊന്മന പ്രദേശത്ത് എത്തുകയും അവിടെ നിന്ന് മതപ്രചരണാർത്ഥം ഉൾപ്രദേശങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. 1800ഓളം ഏക്കർ വരുന്ന ശരാശരി 60 മീറ്റർ ഉയരമുള്ള കുന്നുകളും താഴ്വരകളും ഉൾപ്പെട്ടതായിരുന്നു ഈ പ്രദേശം. കോവിൽത്തോട്ടം മുതൽ അഴിമുഖമായിരുന്ന താഴ്ചയിൽ കടവ് വരെ ആയിരുന്നു പൗരാണിക പൊന്മനയുടെ കടലോരം. ഒരു കാലത്ത് വിദേശ സഞ്ചാരികളുടെ സ്വർഗമായിരുന്നു ഈ സ്ഥലം. ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പരശുരാമൻ ബ്രാഹ്മണരെ പുനരധിവസിപ്പിച്ചിരുന്നത് സമുദ്രതീര ക്ഷേത്ര പ്രദേശങ്ങളിലായിരുന്നു. അതിൻ്റെ ഫലമായി പൊന്മനയിലും നമ്പൂതിരിമാരെത്തുകയും നമ്പൂതിരി മനകൾ ഉണ്ടാവുകയും ചെയ്തു. അന്ന് നമ്പൂതിരിമാർ പുനഃക്രമീകരിക്കപ്പെടുത്തിയതാണ് ഇന്നത്തെ കാട്ടിൽമേക്കൽ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം. 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുണ്ടായ അതിശക്തമായ പ്രകൃതിക്ഷോഭത്തിൽ മൂലക്ഷേത്രസ്ഥാനം കടലിന് അടിത്തട്ടിലായി. മാത്രമല്ല പൊന്മന, ചെറിയഴീക്കൽ എന്നീ തുറമുഖങ്ങളും നികന്നുപോയി. 10-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഉണ്ടായ ആര്യ ദ്രാവിഡ സംഘടനകളും ആക്രമണങ്ങളും നേരിടാനാവാതെ പൊന്മനയിലെ നമ്പൂതിരിമാർ മനകൾ ഉപേക്ഷിച്ച് ഉൾപ്രദേശങ്ങളിലേക്ക് കുടിയേറുകയും അവരിൽ ചിലർ ചെങ്ങന്നൂർ, ചമ്പക്കുളം പ്രദേശങ്ങളിൽ താമസമാരംഭിക്കുകയും ചെയ്തു. പൊന്മനയിൽ പിന്നീട് പലരുടെയും കുടിയേറ്റങ്ങൾ ഉണ്ടായി. കാട്ടിൽമേക്കതിൽ ക്ഷേത്രകുടുംബത്തിൽപ്പെട്ട ഒറ്റത്തെങ്ങിൽ ശ്രീമതി സതിയമ്മയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്നും മനസ്സിലായ ഐതിഹ്യമാണ് തുടർച്ചയെന്നോണം പറയുന്നത്. സതിയമ്മയുടെ അമ്മയുടെ അമ്മുമ്മയിൽ നിന്നും പറഞ്ഞു കേട്ടതാണ് ഈ അറിവെന്നാണ് എന്നോട് പറഞ്ഞു കേൾപ്പിച്ചത്. ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ മുടിപ്പുരയുടെ വടക്കു ഭാഗത്ത് ഒരു എട്ടുകെട്ട് ഉണ്ടായിരുന്നു. അവിടെ കാരണവന്മാർ താമസിച്ചിരുന്നു. കാട്ടിൽ പടിയിറ്റതിൽ എന്നായിരുന്നു വീട്ടുപേര്. കാരണവന്മാർ കച്ചവട ആവശ്യങ്ങൾക്കായി ടി.എസ്. കനാൽ വഴി വടക്കൻ ദേശങ്ങളിലേക്ക് പോകുമായിരുന്നു. തിരുവനന്തപുരം ഷൊർണൂർ ജലപാതയാണ് ടി.എസ്. കനാലെന്ന് അറിയപ്പെടുന്നത്. നിലവിൽ കൊല്ലം കോട്ടപ്പുറം മാത്രമാണ് ഉപയോഗത്തിലുള്ളത്. 1824
റാണി ഗൗരി പാർവതിഭായാണ് ഇതിൻ്റെ നിർവഹണം സാധ്യമാക്കിയത്. ഇനി ഐതിഹ്യത്തിലേക്ക് വരാം. ചമ്പക്കുളത്ത് മുളക്കയിൽ ഇല്ലത്ത് ഒരു മനയുണ്ടായിരുന്നു. ഈ മനയും പ്രദേശവും അന്യമതസ്ഥർക്ക് വിറ്റതിനാൽ അതു കൈവശമാക്കിയവർ മന ഇടിച്ചു നിരത്തുകയും അവിടെ ആരാധിച്ചിരുന്ന ദേവിയുടെയും അമ്പലത്തിൻ്റെയും പ്രതിഷ്ഠകൾ എടുത്ത് കായലിൽ കളയുകയും ചെയ്തു. ഈ അവസരത്തിലാണ് കാട്ടിൽ പടിയിട്ടതിലെ കാരണവർ സഹായികളുമായി വാണിജ്യാവശ്യത്തിന് ചമ്പക്കുളത്ത് പോയത്. കടവിൽ വള്ളത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ 7-8 വയസ്സ് പ്രായം തോന്നിക്കുന്ന ചൈതന്യമുള്ള ഒരു ബാലികയെ സങ്കടാവസ്ഥയിൽ കാരണവർ കണ്ടു. കാരണവർ ആ കുട്ടിയെ ശ്രദ്ധിച്ചെങ്കിലും കച്ചവടത്തിനായി പോയി. തിരിച്ചു വരുമ്പോഴും ആ കുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏതോ മുൻജന്മ ബന്ധം ആ കുട്ടിയോട് കാരണവർക്ക് തോന്നി. കൂടെ പോരുന്നു എന്ന് ആ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ യാതൊരു മടിയുമില്ലാതെ കാരണവർക്കൊപ്പം വരികയും ചെയ്തു. കാരണവർ ചമ്പക്കുളത്തു നിന്നും ഒരു കുട്ടിയെ കൊണ്ടുവന്ന വിവരം നാട്ടുകാർ അറിഞ്ഞു. പലരും കുട്ടിയെ കാണാൻ വരികയും ചെയ്തു. സ്വന്തം വീട് പോലെ ആ കുട്ടി അവിടെ കഴിഞ്ഞു വരവേ അതിന് ഒരു ദിവസം കലശലായ അസുഖം ഉണ്ടായി. വൈദ്യന്മാരെ വരുത്തി പലതരത്തിലുള്ള ഔഷധപ്രയോഗങ്ങൾ നടത്തിയിട്ടും കുട്ടിയുടെ അസുഖത്തിന് കുറവ് വന്നില്ല. ദൈവത്തിൻ്റെ വശം കൂടി ചിന്തിച്ച കാരണവർ ഒരു ജ്യോത്സ്യനെ വരുത്തി പ്രശ്നം വയ്പ്പിച്ചു. പ്രശ്നവിധിയിൽ കുട്ടിയുടെ ചമ്പക്കുളത്തെ തറവാട്ടിലുള്ള ദേവി കുട്ടിയോടൊപ്പം വരികയും ഒരു ആസ്ഥാനം ഒരുക്കി കൊടുക്കാത്തതിനാലാണ് കുട്ടിക്ക് അസുഖമുണ്ടാക്കിയതെന്നും ദേവി അറിയിച്ചതെന്നും ജ്യോത്സ്യൻ പറഞ്ഞു. പിന്നെ ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് പ്രശ്നത്തിൽ കണ്ട സ്ഥാനത്ത് ഒരു കല്ല് സ്ഥാപിച്ച് അവിടെ വിളക്ക് വെച്ചു കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ അസുഖം മാറിയത്. ദേവി ഒരു മുതലപ്പുറത്താണ് പൊന്മനയിൽ വന്നതെന്നും ആദ്യം വെളിച്ചം കണ്ട മാലിയിൽ വീട്ടിൽ ചെന്നുവെന്നും പിന്നീട് ആരാധന തുടങ്ങിയപ്പോൾ ഇന്ന് കാണുന്ന സ്ഥലത്ത് കുടിയിരുന്നെന്നുമാണ് സങ്കല്പം. മാലി വീട് മൂലക്ഷേത്രമായി കണക്കാക്കുന്നു. കൈനീട്ടപ്പറയുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ദേവി ആദ്യം അവിടെ പോകുന്നത് മൂലക്ഷേത്രമാണെന്ന സങ്കല്പത്തിലാണ്. ജ്യോത്സ്യന്റെ പ്രശ്നവിധി അനുസരിച്ച് തുടങ്ങിയതാണ് ഇന്ന് കാണുന്ന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൻ്റെ തുടക്കം. പിന്നീട് കുടുംബക്കാർ ചേർന്ന് ഒരു ആൽത്തറയും ഒരു ശ്രീകോവിലും പണിയുകയുണ്ടായി. അന്നും ക്ഷേത്ര പരിസരത്ത് കുടിൽ കെട്ടി ഭജനം പാർക്കുന്ന ശീലമുണ്ടായിരുന്നു. ഒരു അമ്മയ്ക്ക് അസുഖമുണ്ടായപ്പോൾ നേർച്ചയായി ഒരു കുടിൽ കെട്ടി ഭജനം പാർത്തതാണ് തുടക്കം. ചമ്പക്കുളത്തുള്ളവർ ഇന്നും ദേവിയെ കണ്ടു വണങ്ങാൻ കാട്ടുമേക്കതിൽ എത്താറുണ്ടെന്ന് സതിയമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. 1744 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ രാജ്യം ശ്രീ പത്മനാഭന് തൃപ്പടിദാനം സമർപ്പിക്കുന്നതിന് 1 വർഷം മുൻപ് പൊന്മല പ്രദേശത്തുകൂടി കായൽ മാർഗം സഞ്ചരിക്കുകയുണ്ടായി. കായംകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. പൊന്മനയുടെ വശ്യമനോഹര സൗന്ദര്യം ആസ്വദിച്ച് പടിഞ്ഞാറേ ചക്രവാളത്തെ നോക്കി ചിന്താധീനനായിരുന്നപ്പോൾ തിരുമനസ്സിന് ഒരു ഉൾവിളിയുണ്ടായി. ഒരു ദേവീ ചൈതന്യം അനുഭവപ്പെടാൻ തുടങ്ങി. ഉടൻ തന്നെ പള്ളിയോടം കടവിൽ അടുപ്പിക്കാൻ പറഞ്ഞു. വള്ളത്തിൽ നിന്നുമിറങ്ങിയ രാജാവ് നേരെ പടിഞ്ഞാറ് വശത്തേക്ക് നടന്നു. നിലവിലുള്ള ചെറിയ ശ്രീകോവിലിന് മുന്നിൽ എത്തി സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ച് അല്പനേരം ധ്യാനിച്ചിരുന്നു. ഉന്മേഷവാനായി ധ്യാനത്തിൽ നിന്നുണർന്ന മഹാരാജാവ് ഇവിടെ ഒരു കൊട്ടാരം പണിയുവാൻ തീരുമാനിച്ചു. വീണ്ടും പൊന്മനയിൽ വരാനും ക്ഷേത്രദർശനം നടത്താനും വിശ്രമത്തിനും ആയിരുന്നു കൊട്ടാരം പണി കഴിപ്പിക്കാൻ തീരുമാനിച്ചത്. അതേ വർഷം തന്നെ കൊട്ടാരം പണിയുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തു. കൊട്ടാരം പണി തീർന്നപ്പോൾ ആ കടവിന് കൊട്ടാരത്തിൽ കടവ് എന്ന പേരുണ്ടായി. ക്രമേണ ക്ഷേത്രം പെരുമയിലേക്ക് ഉയരുകയും 2600 ഏക്കറോളം ഉണ്ടായിരുന്ന പ്രദേശം 1930 തുടങ്ങിയ കരിമണൽ ഖനനം കാരണം ഇന്ന് 150 ഏക്കറായി ചുരുങ്ങുകയുമാണ് ഉണ്ടായത്. ക്ഷേത്ര നടത്തിപ്പ് ആദ്യകാലത്ത് കുടുംബക്കാർ തന്നെയായിരുന്നു. പലർക്കും തിരക്ക് പിടിച്ച ജീവിതക്രമം വന്നപ്പോൾ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്
പ്രതിസന്ധിയിലായി. അപ്പോൾ കുടുംബക്കാർ ഒത്തുചേർന്ന് ക്ഷേത്ര നടത്തിപ്പിനായി നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അപ്രകാരം 1990 ജനുവരി 31 ക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു. നാട്ടുകാർ ക്ഷേത്രം ഏറ്റെടുത്തതിനു ശേഷമാണ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിൽ പേരാലിൽ മണികെട്ടുന്ന ചടങ്ങിന് തുടക്കമായത്. അതും ഒരു യാദൃച്ഛിക സംഭവമായിരുന്നു. ഒരിക്കൽ ക്ഷേത്രനടയിൽ ദർശനത്തിനെത്തിയ ഒരു ഭക്തയ്ക്ക് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഒരു മണി കിട്ടി. ഇത് എന്ത് ചെയ്യണമെന്ന് അന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ ഓഫീസിലെത്തിയ അവർ ചോദിച്ചു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, അമ്മയെ ധ്യാനിച്ച് അത് പേരാൽ മരത്തിൽ കെട്ടിക്കോളൂ എന്ന്. അവർ ഭക്തിയോടെ അപ്രകാരം ചെയ്തു. അവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായോ എന്നറിയില്ല. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് ആൽമരത്തിൽ മണികെട്ടുക എന്ന ഒരു ബോർഡ് വന്നതോടെ പലരും അത് ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ അത് വെറും ഒരു ചടങ്ങ് മാത്രമായിരുന്നില്ല. അങ്ങനെ മണികെട്ടിയവർ എന്ത് ഉദ്ദേശിച്ചാണോ ചെയ്തത് ആ കാര്യം സാധിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിനുശേഷം അമ്മയോടുള്ള നന്ദി സൂചകമായി അവർ ആൽമരത്തിന് തെക്കുഭാഗത്ത് വന്ന് ദേവിയുടെ ഇഷ്ടനിവേദ്യമായ പൊങ്കാല അർപ്പിക്കാനും തുടങ്ങി. ഈ ചടങ്ങിൻ്റെ ഫലപ്രാപ്തി കൊണ്ടാണ് ഇന്ന് ലക്ഷോപലക്ഷം ആളുകൾ ക്ഷേത്രത്തിലെത്തി ആലിൽ മണികെട്ടുന്നത്. ഭക്തരുടെ ആവശ്യം അനവധിയാണ്. കുട്ടികളുടെ പഠനം, വിവാഹം, സന്താനം, വീട് വിട്ടുപോയവർ തിരിച്ചു വരിക, കുടുംബസമാധാനം, അത് എന്തുതന്നെയായാലും ഒരു ആവശ്യം മനസ്സിൽ ധ്യാനിച്ച് ആൽമരത്തിന് 7 പ്രദക്ഷിണം വെച്ച് ഒരു മണി കെട്ടുക എന്നതാണ് ചടങ്ങ്. ഒരാൾ ഇത്രമാത്രം മണി കെട്ടിയേ ആകൂ എന്നില്ല. അത് ഭക്തരുടെ ഇഷ്ടത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. കൗണ്ടറിൽ നിന്നും രസീതെടുത്തു കഴിഞ്ഞാൽ മണി അടങ്ങുന്ന ഒരു ട്രേ തരികയും അത് അമ്പലത്തിൽ പൂജ കഴിച്ച് തിരിച്ച് പ്രത്യേക സംവിധാനം ചെയ്ത സ്ഥലത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. അവരവരുടെ ട്രേയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തു നിന്നും മണിയടങ്ങുന്ന ട്രേ സ്വന്തമാക്കി ആൽമരത്തിൽ പ്രദക്ഷിണം വെച്ച് മണി കെട്ടാവുന്നതാണ്. മിക്കവാറും ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കാട്ടിൽമേക്കതിൽ പൂജാവിധികൾ പഠിച്ച അബ്രാഹ്മണരാണ് പൂജകൾ നടത്തുന്നത്. ആ പൂജാവിധികൾ ദേവിക്ക് ഇത്രനാളും പ്രിയമായതിനാലാണ് ക്ഷേത്രം ഇന്ന് വളർച്ചയുടെയും പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിൽക്കുന്നത്. കുംഭമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ ഉത്സവം. ആദ്യകാലത്ത് അമ്മയുടെ ഉത്സവം പൂയം നാളിലായിരുന്നു. പിന്നെ പ്രതിഷ്ഠയിൽ വന്ന മാറ്റം മകയിരം നക്ഷത്രത്തിലേക്ക് മാറി. ഇന്ന് ക്ഷേത്രം പൂർണ്ണഭാവത്തിലെത്തിയത് രോഹിണി നക്ഷത്രത്തിലാണ്. ആദ്യകാലം മുതൽ വൃശ്ചികം 1 മുതൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഉണ്ടായിരുന്നു. അമ്മയുടെ ഇഷ്ടകലാരൂപമായ കഥകളി ആദ്യകാലം മുതൽക്കേ ഉണ്ടായിരുന്നു. പിന്നെ നടത്തപ്പെടുന്ന ഒരു കലാരൂപമാണ് തോറ്റംപാട്ട്. വൃശ്ചികം 2 മുതൽ 11 ദിവസം തോറ്റംപാട്ട് നടത്തപ്പെടുന്നു. ദാരിക നിഗ്രഹത്തിന് ശേഷമുള്ള ശാന്തഭാവത്തിലായ ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്ന സങ്കല്പം. തോറ്റംപാട്ടിലൂടെ കണ്ണകി ചരിതമാണ് ആലപിക്കപ്പെടുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം തോറ്റംപാട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ഭഗവതിയെ തോറ്റംപാട്ടിലൂടെ ക്ഷണിച്ചു വരുത്തുകയും പാട്ടിനവസാനം പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് മൂലക്ഷേത്രമായ മാലിയിൽ കുടുംബത്തോട് ചേർന്നാണ്. കുടില് കെട്ടി ഭജനം പാർക്കുക എന്നത് ആദ്യകാലത്ത് ഒരു കുടിലിൽ തുടങ്ങിയെങ്കിൽ ഇന്ന് 1200-ലേറെ ഭജനക്കുടിലുകളാണ് തയ്യാറാക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ചില പ്രത്യേകതകൾ ഉണ്ട്. പൊതുയോഗത്തിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തിയാണ് ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ക്ഷേത്ര കുടുംബക്കാരുടെ അംഗങ്ങളും സമിതിയിൽ ഉണ്ടാകും. പ്രതിഫലേച്ഛ കൂടാതെയാണ് സേവന സന്നദ്ധരായാണ് അവർ ഈ കടമകൾ നിർവഹിക്കുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം തിരുമുടി എഴുന്നള്ളിപ്പ് നടത്തും. ഉപദേവതമാർക്ക് പ്രത്യേക പൂജകളാണ് നടത്തുന്നത്. നാഗരാജാവ് നാഗയക്ഷി സങ്കല്പത്തിനായി 100 പാലും കളമെഴുത്തും പാട്ടും സർപ്പബലി എന്നിവയും നടത്തപ്പെടുന്നു. ചതുശതം ആണ് ക്ഷേത്രത്തിലെ പ്രധാന നൈവേദ്യം. വർഷത്തിൽ 1 പ്രാവശ്യം
പ്രധാന തന്ത്രിയുടെ മേൽനോട്ടത്തിലാണ് തയ്യാറാക്കുന്നതും അമ്മയ്ക്ക് നിവേദിക്കുന്നതും. നാണയപ്പറ, ദശാശ്വരി പൂജ, പൊങ്കാല, സന്താന സൗഭാഗ്യത്തിന് പേരാലിൽ തൊട്ടിക്കെട്ടൽ എന്നിവ നിത്യ പൂജാക്രമങ്ങളോടൊപ്പം ഇവിടെ നടത്തപ്പെടുന്നു. പൂജാക്രമങ്ങളും അതിൻ്റെ വിവരണങ്ങളും ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായുള്ള കൗണ്ടറിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്നദാനം മഹാദാനം എന്ന തത്വത്തിലൂന്നി ക്ഷേത്രത്തിൽ അന്നദാനം നടത്തപ്പെടുന്നുണ്ട്. 2004 ഉണ്ടായ സുനാമി തിരമാലയിൽ പ്രദേശം മുഴുവൻ നാശനഷ്ടത്തിലായപ്പോഴും ക്ഷേത്രം മാത്രം യാതൊരു കേടുപാടും കൂടാതെ കൊണ്ടു എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭിത്തിയിൽ നിന്നും 10 മീറ്റർ ദൂരം മാത്രമേ കടലുമായി ഉള്ളൂ. മറ്റൊരു അത്ഭുതമെന്ന് പറയുന്നത് ക്ഷേത്ര കിണറുകളാണ്. കടലിലെ ഉപ്പുരസമുള്ള ജലമാണ് കായലിലും ഉള്ളതെങ്കിൽ ക്ഷേത്രത്തിനുള്ളിലും ക്ഷേത്രത്തിന് ചുറ്റുമതിലിന് പുറത്തുമായുള്ള കിണറുകളിൽ സ്ഫടിക സമാനമായ ഉപ്പുരസമില്ലാത്ത ജലമാണ് കിട്ടുന്നത്. ഇതുതന്നെയായാലും ഒരു ദേശത്തിൻ്റെ സംരക്ഷകയായി വാഴുകയാണ് കാട്ടിലമ്മയെന്ന കാട്ടുമ്മേക്കതിൽ ദേവി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനുഭവസ്ഥരുടെ പറഞ്ഞ അറിവിൽ നിന്നും പലരും ഇവിടേക്ക് നിത്യവും എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി മനോഹരമായ ഒരു കടൽ തീരവും വിശ്രമസ്ഥലവും ഇവിടെയുണ്ട് എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത കൂടിയാണ്.